ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മീനച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ സ്കിന്നും മുള്ളും തലയും എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഒരു 1/2 കിലോ മീൻ ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ടൂണ ഫിഷാണ്, അല്ലെങ്കിൽ ചൂര, അല്ലെങ്കിൽ കുടുത എന്നൊക്കെ പറയുന്ന മീൻ. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് കാശ്മീരി ചില്ലി പൗഡർ എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഈ മസാല മീനിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. നമുക്ക് അധികം മുള്ളില്ലാത്ത ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിന് പകരം കിങ് ഫിഷ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആ പാൻ നല്ല പോലെ ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് ഒരു ട്രിപ്പിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് മസാലയൊക്കെ പിടിക്കാനൊക്കെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഇപ്പോൾ ഇത് മീനിൻ്റെ എല്ലാ സൈഡും നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം. ഞാൻ വേറൊരു പാത്രത്തിലാണ് അച്ചാറിടുന്നത്. അപ്പോൾ മൊത്തമായിട്ട് ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അച്ചാറിടാനായിട്ട് ഏറ്റവും നല്ലത് എണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണയേക്കാളും. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ എണ്ണ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കൂടുതൽ ഇരിക്കേണ്ടതൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും എണ്ണയാണ് നല്ലത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തീരുന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ചധികം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ല പോലെ പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇഞ്ചി എപ്പോഴും നല്ല പോലെ ചതച്ചിട്ട് കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ നല്ല പോലെ ഫ്ലേവറും കിട്ടും. അതുപോലെ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഇതിങ്ങനെ കടിക്കൂല. അപ്പോൾ ഒരു 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എനിക്ക് മീൻ അച്ചാറിലൊക്കെ കൂടുതൽ വെളുത്തുള്ളി ഇടുന്നത് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് വെളുത്തുള്ളി ഇട്ടത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിതിൻ്റെ ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല കളറും കിട്ടും, ഒരു കൊഴുപ്പ് കിട്ടാനും അതുപോലെ എരിവും കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തത്. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്ര അധികം ഒന്നും ഇട്ട് കൊടുക്കേണ്ട. 1 ടേബിൾ സ്പൂണൊക്കെ ഇട്ടാൽ തന്നെ നല്ല എരിവുണ്ടായിരിക്കും. ഇനി 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ. ഒരിക്കലും മസാല കരിഞ്ഞു പോകരുത്. മസാല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അച്ചാറിൻ്റെ കളറൊക്കെ മാറി അതുപോലെ ടേസ്റ്റൊക്കെ മാറി വരും. ഇനി ഇതിലേക്ക് 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ വിനെഗർ അല്ലെങ്കിൽ സുർക്ക ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം ഉപ്പിടാനായിട്ട്. ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. നല്ല പോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തന്നെ നല്ലൊരു അച്ചാറിൻ്റെ മണം വരുന്നുണ്ട്. എന്നാലും ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു സാധനം കൂടെ ഫൈനലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ എപ്പോഴും അച്ചാറൊക്കെ നമ്മൾ ഇട്ട് കുറച്ച് സമയം ഇരിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് വരിക. ഒരു 1-2 ദിവസമെങ്കിലും കഴിഞ്ഞാലാണ് കറക്റ്റ് ആ മീനിലൊക്കെ ആ ഒരു മസാലയൊക്കെ പിടിച്ച് നല്ല കറക്റ്റ് ടേസ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കായപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു അച്ചാറിന് വരിക. കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ല പോലെ ചൂടാറിയതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഏറ്റവും നല്ലത് ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ മാറ്റുന്നതാണ്. അപ്പോൾ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിനോട് ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിതുപോലെ തന്നെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.